11 വർഷത്തിന് ശേഷമാണ് NSSന്റെ നിലപാടിൽ രമേശിനോടുള്ള നിലപാടിൽ മാറ്റം വരുന്നത്. നമുക്ക് രമേശിൻ്റെ ഇന്ന് കേരളത്തിലെ സ്റ്റേച്ചർ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം എവിടെ നിൽക്കുന്നു എന്നുള്ളതും അറിയാം. അത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഈ NSS സമ്മേളനത്തിലേക്ക് അദ്ദേഹത്തെ വിളിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഞാൻ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയിൽ ഞാനൊരു അത്ഭുതവും കാണുന്നില്ല. അദ്ദേഹം ഓരോ ദിവസവും ഇങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ ജയശങ്കർ വക്കീൽ പറഞ്ഞു നമ്മുടെ സതീശന് ക്രൈസ്തവ സമ്മേളനങ്ങളിൽ കൺവെൻഷനുകളിലൊക്കെ പോയി നന്നായിട്ട് പ്രസംഗിക്കുന്നു, അതുകൊണ്ടുള്ള ഇഷ്ടക്കേടാണെന്ന് വേണേൽ പറയാം. പക്ഷേ ഇപ്പോൾ വെള്ളാപ്പള്ളി തന്നെ അതല്ലല്ലോ, വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയം തന്നെ അതല്ലല്ലോ. പണ്ട് നായർ മുതൽ നമ്പൂതിരിയും നായാടിയും അടങ്ങുന്ന ആ ഒരു സംഭവത്തെക്കുറിച്ചും ആ ഒരു കൂടിവരവിനെ കുറിച്ചുമാണ് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പം അദ്ദേഹം എന്താ പറയുന്നത്? ഇപ്പം നായരും നമ്പൂതിരിയും ഈഴവനും നായാടിയും നസ്രാണിയും അടങ്ങുന്ന ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിലൊന്നും വലിയ പ്രാധാന്യം കൽപ്പിക്കേണ്ട കാര്യമില്ല. മറ്റൊരു പ്രധാന കാര്യം നമ്മളിവിടെ ഓർക്കേണ്ടത്, ഇപ്പോൾ VD സതീശന് ഞാൻ അടുത്ത കാലത്താണല്ലോ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ തലത്തിലേക്ക് ഉയർന്നു വരുന്നത്, പ്രതിപക്ഷ നേതാവായപ്പോൾ. ഞാൻ ഇതുവരെ അദ്ദേഹം NSSനെതിരായിട്ടോ SNDPക്കെതിരായിട്ടോ അങ്ങനെ സമുദായത്തെ മോശപ്പെടുത്തുന്ന രീതിയിൽ തള്ളിപ്പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തിയായിട്ട് ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞു ഞാനിങ്ങനെ സാമുദായിക നേതാക്കളുടെ തിണ്ണ നിരങ്ങി എനിക്ക് എന്തെങ്കിലും വേണ്ട എന്ന് അദ്ദേഹം ഒരു നിലപാട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ വർഷം ഓർക്കുന്നില്ല, വക്കീലിന് വർഷം ഓർമ്മയുണ്ടെങ്കിൽ പറയണം. KPCC പ്രസിഡൻ്റായിട്ട് AK ആന്റണി ഇരുന്ന ഒരു കാലമുണ്ട്. അന്ന് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാണ്. സർവശക്തി എന്ന് പറഞ്ഞാൽ സംഹരിക്കാനും സൃഷ്ടിക്കാനും കഴിവുള്ള ആ പ്രധാനമന്ത്രിയായിട്ട് ഇന്ദിരാഗാന്ധി ഇരിക്കുന്ന സമയത്ത് അവർ കോഴിക്കോട് വന്നപ്പോൾ KPCCയോട് ആലോചിക്കാതെ ക്രൈസ്തവ മേലധ്യക്ഷന്മാരുമായിട്ട് അവരോടൊരു കൂടിക്കാഴ്ച നടത്തി. ഞാൻ 73 എനിക്ക് ആ വർഷം ഓർമ്മ വന്നില്ല. അപ്പോൾ ആ ഒരു കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അതിൽ പ്രതിഷേധിച്ച് ഇന്ദിരാഗാന്ധിയെ കാണാൻ കൂട്ടാക്കാതെ ഇരുന്ന ആളായിരുന്നു AK ആന്റണി. എന്നിട്ട് AK ആന്റണിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? AK ആന്റണിക്ക് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയോ? അതോടെ തീർന്നു. AK ആന്റണിയുടെ രാഷ്ട്രീയം അതോടെ തീർന്നു എന്ന് കരുതിയവരായിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്ന മറ്റു കോൺഗ്രസ് നേതാക്കളൊന്നും സംഭവിച്ചില്ലല്ലോ. അതിനപ്പുറത്തൊന്നും സതീശൻ ചെയ്തിട്ടില്ലല്ലോ. എൻ്റെ ശ്രദ്ധയിലില്ല. അദ്ദേഹം ഒരു സമുദായത്തെയും തള്ളി പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവിടെ വന്ന ചർച്ചയിൽ വന്നൊരു കാര്യം, അത് നമ്മുടെ അതൊന്ന് ഇവിടെ ഒന്ന് പറയേണ്ടതുണ്ട്. അതായത് 2011 എന്തുകൊണ്ട് VD സതീശൻ മന്ത്രിയായില്ല? 2011 രമേശ് ചെന്നിത്തലയെ മന്ത്രിയാക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറായിരുന്നു, അല്ല എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷെ വകുപ്പിനെ കുറിച്ചുള്ളൊരു തർക്കമാണ് ഉണ്ടായത്. രമേശിന് അന്ന് ആഭ്യന്തര വകുപ്പ് തന്നെ വേണമായിരുന്നു. അത് കൊടുക്കാൻ ഉമ്മൻചാണ്ടിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. പിന്നീട് നായർ സമുദായത്തിൽ നിന്നുള്ള മന്ത്രിമാരെ തീരുമാനിച്ച ഞാൻ പറയട്ടെ അതൊക്കെ പിന്നീട് വേറെ നടന്ന കാര്യങ്ങൾ. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കൊടുക്കുന്നു, അത് കഴിഞ്ഞ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മാറ്റി രമേശിന് കൊടുക്കുന്നു, താക്കോൽ സ്ഥാനത്തേക്ക് വരുന്നു. അതൊക്കെ നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ. അതൊക്കെ അവിടെ നിൽക്കേണ്ട അടുത്ത കാലത്ത് നടന്നാണല്ലോ. അപ്പോൾ അന്നെന്താ വാസ്തവത്തിൽ സംഭവിച്ചത്? അന്ന് സംഭവിച്ചത് NSSൻ്റെ ചില ഇത്തരം കാര്യങ്ങളിൽ ഈ പിന്നെ മതസമുദായിക നേതാക്കളൊന്നുമല്ല ഇവിടെ ഒരു ഗവൺമെൻറ്റിനെ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഓരോ 5 കൊല്ലം ഇടവിട്ട്, ഇപ്പോഴാണല്ലോ രണ്ടാം തുടർഭരണം ഉണ്ടായത്, ഓരോ 5 വർഷം ഇടവിട്ട് മാറി വരില്ലല്ലോ. പക്ഷെ കോൺഗ്രസ് എപ്പോഴും സാമുദായിക സംഘടനകളുടെ താല്പര്യങ്ങളും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കും. അങ്ങനെ NSSൻ്റെ ഒരു ഒരാൾ മന്ത്രിയായിട്ട് വന്നതാണ് VS ശിവകുമാർ. അതാണ് NSSൻ്റെ നോമിനിന്നോ അല്ലെങ്കിൽ NSSൻ്റെ ശുപാർശ അനുസരിച്ച് ആവശ്യമനുസരിച്ച് വന്നതാണ്. നമ്മുടെ സതീശൻ മന്ത്രിയാകാതെ പോയത് മറ്റൊരു സാഹചര്യത്തിലാണ്. അന്ന് അദ്ദേഹം ആകുമായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തോമസ് ഐസക്കുമായിട്ട് വലിയ സംവാദങ്ങളൊക്കെ നടത്തി അങ്ങനെ ഷെയിൻ ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്ത് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് CN ബാലകൃഷ്ണനെ മന്ത്രിയാക്കണമായിരുന്നു. അത് സതീശനോടുള്ള ഇഷ്ടക്കേട് കൊണ്ടാണെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല, എനിക്കതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാം. പക്ഷേ അദ്ദേഹം CN ബാലകൃഷ്ണൻ കരുണാകരനുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളെന്നുള്ള നിലയിൽ, തൃശ്ശൂരിൽ നിന്നുള്ള ആളെന്നുള്ള നിലയിൽ അദ്ദേഹത്തെ മന്ത്രിയാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വെച്ച് ചർച്ചയുണ്ടായി, CN ബാലകൃഷ്ണനെ ആക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഡൽഹിയിൽ ഹൈക്കമാൻഡുമായിട്ട് ചർച്ച നടക്കുമ്പോഴാണ് അദ്ദേഹത്തിനെതിരായിട്ടൊരു വിജിലൻസ് കേസുണ്ട് എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ രമേശിനെ വിളിച്ച് ഉമ്മൻചാണ്ടി പറഞ്ഞു അദ്ദേഹത്തിനൊരു കേസുണ്ട്, ഇവിടെ ആളുകൾ പറയുന്നുണ്ട്, അതിൻ്റെ ചില കടലാസുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്, നമുക്ക് സതീശിനെ ആക്കിക്കൂടെ? ഓക്കെ, സതീശിനെ ആക്കാം എന്ന് പറയുന്നു. സതീശിനെ ആക്കാൻ രമേശ് സമ്മതിക്കുന്നു. എന്നിട്ട് ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് പറയാം,
അദ്ദേഹം കേരള ഹൗസിലിരുന്ന ആ ലിസ്റ്റ്, ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് പകരം PJ കുര്യൻ, അന്ന് അദ്ദേഹം ഡെപ്യൂട്ടി ചെയർമാനാണെന്നാണ് തോന്നുന്നത്, അതോ ഡെപ്യൂട്ടി ചെയർമാനാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നിട്ടാണ് ആ ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ലാസ്റ്റ് മിനിറ്റിൽ രമേശിൻ്റെ ഒരു കോള് വരുന്നു, ഉമ്മൻചാണ്ടിയോട് പറയുന്നു, ഉമ്മൻചാണ്ടി അത് അത്ര വലിയ ഗൗരവമുള്ള ഒരു ബിസിനസ് കേസൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ഇദ്ദേഹത്തെ തന്നെ, നമ്മുടെ CN ബാലകൃഷ്ണനെ തന്നെ മന്ത്രിയാക്കാം. അങ്ങനെയാണ് അന്ന് സതീശന് പിന്നെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു പോയത്. അല്ലാതെ ഒരിക്കലും NSSുമായിട്ടുള്ള ഒരു സംഘർഷത്തിൻ്റെയല്ല. NSS പറയാതിരുന്നിട്ടല്ല. NSSന് അദ്ദേഹത്തെ താല്പര്യമുണ്ടായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നത് VS ശിവകുമാറായിരുന്നു. അദ്ദേഹം മന്ത്രിയായി, സതീശനായില്ല. സതീശൻ അന്ന് സ്പീക്കർ സ്ഥാനം ഓഫർ ചെയ്ത വളരെ കൃത്യമായിട്ട് പറഞ്ഞത്, ആ സ്പീക്കറായിട്ട് അദ്ദേഹത്തെ അന്യായമായി നിഷേധിക്കപ്പെട്ടു എന്ന് സതീശൻ ഉറച്ചു വിശ്വസിച്ചു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ 3 പേർക്കും തിരുത്താം. അല്ല മധു, അത് അന്യായമായിട്ട് വാസ്തവത്തിൽ അങ്ങനെയാണെങ്കിൽ അന്നത് G കാർത്തികന് മന്ത്രിസ്ഥാനം കിട്ടിയില്ലല്ലോ. അത് പല രാഷ്ട്രീയത്തിൽ പല സാഹചര്യങ്ങൾ, ഇതിനകത്ത് ചില ഭാഗ്യങ്ങളുണ്ട്. രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, അന്ന് സതീശന് അർഹതയുണ്ടായിരുന്നു, അദ്ദേഹത്തോട് ചെയ്തത് തെറ്റാണ്, അന്ന് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം എന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിന് അർഹതയുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ചെന്നിത്തല തന്നെ പറഞ്ഞിട്ടുള്ളതുമാണല്ലോ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം. ശരി, അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഇടവേള. ചെന്നിത്തല അവസാന നിമിഷത്തിൽ ഒരു മിനിറ്റ് അങ്ങ് പറയൂ, അങ്ങ് പൂർത്തിയാക്കൂ. അല്ല, അവസാന നിമിഷത്തിൽ CNBക്കെതിരായിട്ട് ഒരു കേസുണ്ടെന്ന് പറഞ്ഞപ്പം എങ്കിൽ സതീശനാവട്ടെ എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഭാഗ്യം സതീശന് അനുകൂലമായിരുന്നില്ല, CN ബാലകൃഷ്ണന് ഒപ്പമായിരുന്നു. അതാ സംഭവിച്ചത്. ശരി, അങ്ങനെ എടുക്കാം. പക്ഷേ വെളിപ്പെടുത്താൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ എന്നൊക്കെയാണ് ശ്രീ ചെന്നിത്തല ഏറ്റവും അടുത്ത കാലത്ത് പോലും അതിനെ വിശദീകരിച്ചത്. അങ്ങനെ ഒരു കാര്യമാണ് എങ്കിൽ സീനിയോറിറ്റിയുടെ പേരിൽ മാത്രം CN ബാലകൃഷ്ണൻ എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വിശദീകരിക്കാൻ കഴിയുമായിരുന്നു. വെളിപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യം കോൺഗ്രസിൽ എന്താണ് എന്നുള്ളതൊക്കെ വലിയ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്.